ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഞാനിന്ന് രാവിലെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാറായിട്ടല്ല കുറുകിയ തരത്തിൽ ഡ്രൈ തരത്തിലുള്ള കറിയായിട്ട് ഉണ്ടാക്കിയത് അതിനുവേണ്ടി തലേന്ന് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നന്നാക്കി വെച്ചിട്ടുള്ള സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ 2 തക്കാളി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ നുള്ളു കടുക് അത് ഇട്ട് കൊടുത്തിട്ട് ഈ സവാള എല്ലാം ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതെല്ലാം ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നുള്ളിപ്പ് കൊടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഞാനതിൽ പൊടികളിട്ട വീഡിയോ കട്ടായി പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഒരു നുള്ളു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു പെരുംജീരകം വേറൊരു മസാലപ്പൊടി ഞാൻ ചേർക്കണില്ല ചിക്കൻ മസാല ഗരം മസാല ഒന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ നമ്മൾ വഴണ്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് കറിയാണ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തത് നല്ല ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ദോശേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ കറി വെക്കാറുള്ളത് ഈ സ്റ്റൈലിലാണോ അപ്പോൾ നിങ്ങൾക്ക് അറിയണ സ്റ്റൈൽ എനിക്കും പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എനിക്കത് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവർക്കും താങ്ക്